പ്രായത്തിലേക്ക് വരുമ്പോ അത്യാവശ്യം വളർച്ചയുള്ളൊരു കുട്ടിയാണ്. അത്യാവശ്യം എന്നെ പോലെ കുറച്ച് പ്രാന്തമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിടിച്ച് നിർത്താണെങ്കിൽ അത് അത്യാവശ്യം നല്ല റേഞ്ച് കയറി വരും. ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. കാരണം നമ്മളിപ്പോ എത്രയോ എനിക്ക് അറിയുന്ന ആൾക്കാർ വീട്ടില് പശുക്കൾ ഉണ്ടായിട്ട് കല്യാണങ്ങൾ നടക്കുന്നതും കാര്യങ്ങൾ നടക്കാട്ടൊക്കെ നിർത്തി പോകുന്ന ആൾക്കാരാ. കാരണം യാതൊരു കുഴപ്പമില്ല. നമ്മളിപ്പോ മറ്റേ എന്താ പറയാ വലിയ വലിയ ഡ്രസ് നോക്കിയിട്ട് നടക്കാൻ പറ്റിയില്ല വെച്ചിട്ട് നമ്മളത്ര മോശമുള്ള ആൾക്കാരൊന്നല്ല. നമ്മള് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കണത്. നമ്മളൊരാളും കക്കാനെ പിടിച്ചൊരിക്കാനൊന്നും പോകണില്ലേ. വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവരെ കഴുകി വൃത്തിയാക്കി വിട്ട് സംഗതി ഇവനൊക്കെ ഇപ്പൊ ഒരു പോത്തിനെയൊക്കെ നോക്കാൻ ഒരു പട്ടീനെ നോക്കുന്ന ചെലവ് പോലും. ബ്രോ നമസ്കാരം. നമ്മുടെ മുന്നത്തെ ആ ഫാമിൻ്റെ അശിംബ്രോൻ്റെ ഫാമിൻ്റെ വീഡിയോയും അതേപോലെ നമ്മുടെ കണ്ണൻ നമ്മുടെ HF മൂരിക്കുട്ടിയുടെ വീഡിയോയും കണ്ടിട്ടുള്ളവർക്ക് അറിയാട്ടോ. നമ്മുടെ അശിംബ്രോനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അശിംബ്രോ നമ്മുടെ കയ്യിലുള്ള ഒരു പോത്തും കുട്ടിയാണിത്. അപ്പോൾ നമുക്ക് ഇവൻ്റെ വിശേഷമാണ് ഇനി ഇവൻ്റെ വിശേഷമാണ് നമുക്ക് അറിയേണ്ടത്. 2 ഫാമിൻ്റെ വിശേഷം നമ്മൾ അറിഞ്ഞു, അതേപോലെ നമ്മുടെ മൂരിക്കുട്ടിയുടെ വിശേഷം അറിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പോത്തും കുട്ടിയുടെ വിശേഷമാണ് അറിയേണ്ടത്. അവൻ്റെ വിശേഷം കൂടി ഒന്ന് പറയോ? ഇത് എന്ന് പറയുമ്പോഴേ ഫക്രു എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ ഒരു എരുമേനെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എരുമ അതിന്റെ ഒരു കുട്ടി തന്നെ ഇവിടെ ഉണ്ടായ കുട്ടി തന്നെയാണ്. ഇവിടെ പ്രസവിച്ച് ഇവിടെ ഉണ്ടായ കുട്ടി തന്നെയാണ്. അതിപ്പോ ഒരു 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം കുറച്ച് ക്ഷീണാണ്. അപ്പൊ കുറച്ച് പുല്ലിന്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് കുറച്ച് ക്ഷീണാണ് ആള്. പ്രായത്തിലേക്ക് വരുമ്പോ അത്യാവശ്യം വളർച്ചയുള്ളൊരു കുട്ടിയാണ്. അത്യാവശ്യം എന്നെ പോലെ കുറച്ച് പ്രാന്തമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിടിച്ച് നിർത്താണെങ്കിൽ അത് അത്യാവശ്യം നല്ല റേഞ്ച് കയറി വരും. മറ്റേ യുവരാജും മറ്റേ ഇതാവുന്നല്ല പറയണേ. അത്യാവശ്യം അവനുള്ള ക്വാളിറ്റി അവൻ കാണിക്കും. അവന്റെ അമ്മയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല തള്ളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിപ്പോ നമുക്ക് എങ്ങനെയാ ഇവിടെ ഡോക്ടർമാരെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? ഡോക്ടർമാരെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നത് നിർമ്മൽ ഡോക്ടറാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു മാഡം വന്നിട്ടുണ്ട്. അപ്പൊ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. കാരണം എന്റെ പ്രായത്തില് അല്ലെങ്കിൽ എന്നെ പോലെ ഒരാള് ഇങ്ങനെ ഒരു ഫീൽഡില് ഇവിടെ ഇല്ല, അങ്ങനെ പറയാം. പിന്നെ എന്താന്ന് എന്റെ ഒരു കൂട്ടുകാരനാ ഗൾഫിലാ. കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. കാരണം നമ്മളിപ്പോ എത്രയോ എനിക്ക് അറിയുന്ന ആൾക്കാർ വീട്ടില് പശുക്കൾ ഉണ്ടായിട്ട് കല്യാണങ്ങൾ നടക്കുന്നതും കാര്യങ്ങൾ നടക്കാട്ടൊക്കെ നിർത്തി പോകുന്ന ആൾക്കാരാ. കാരണം സമൂഹത്തിൽ ഇതെന്ന് പറയുമ്പോ ഇപ്പൊ മറ്റേ എന്താ പറയാ വലിയ വലിയ ഡ്രസ് നോക്കിയിട്ട് നടക്കാൻ പറ്റിയില്ല വെച്ചിട്ട് നമ്മളത്ര മോശമുള്ള ആൾക്കാരൊന്നല്ല. നമ്മള് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കണത്. നമ്മളൊരാളും കക്കാനെ പിടിച്ചൊരിക്കാനൊന്നും പോകണില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തില് നമ്മളെ പോലുള്ള ചെറുപ്പക്കാര് ചെയ്യുമ്പോ ഡോക്ടർമാര് നല്ല സപ്പോർട്ടാണ്. നമുക്കിപ്പോ എന്ത് മെഡിസിൻ വന്നാലും മെഡിസിന്റെ കാര്യങ്ങളായാലും കുത്തിവെപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയാലും വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ എത്തും. പിന്നെ അശിംബ്രോന് ജസ്റ്റ് 24 ആയിട്ടുള്ളൂ കേട്ടാ. അശിംബ്രോ 24 ആവണല്ലോ. ആളാണ് ഇപ്പൊ ഇതിനെ ഇങ്ങനെ മേയിച്ച് സെറ്റപ്പായിട്ട് നടക്കണം. അത്യാവശ്യം നിങ്ങൾ ആ മുന്നത്തെ നമ്മുടെ ഫാമിന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടെ. അതിൽ കറക്റ്റ് അശിംബ്രോന്റെ ഇവിടുത്തെ പശുവിന്റെയും എരുമയുടെയും മൂരിയുടെ ഒക്കെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ കണ്ട നമ്മള് കുത്തിപ്പോക്കാനൊന്നുമല്ല കേട്ടാ, മൂക്കെറുമ്പ് പിടിച്ച് വലിച്ചിട്ടൊന്നുമില്ല. അവനായിട്ട് തന്നെ നിൽക്കാണ്. അപ്പൊ അവന്റെ പ്രൗഢി അവന് മനസ്സിലായി തോന്നണല്ലേ വീഡിയോ എടുക്കാന്ന്. അപ്പൊ അവന്റെ പ്രൗഢി തന്നെ കാണിച്ചോണ്ടിരിക്കട്ടാ. എന്താ നോക്ക് പോവാനല്ലേ. പിന്നെ അശിംബ്രോ നമ്മുടെ ഇത് നോക്കിയോടാ, ഈ സ്ഥലടാ ഇവിടെ ഫുൾ അയച്ചിട്ടൊക്കെയാണ്. അപ്പൊ അവിടെ നോക്കിയാൽ അറിയാം, അവിടെ അറ്റത്തൊക്കെ നമ്മുടെ എരുമക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ബ്രോ അഴിച്ചിട്ടൊക്കെയാണ്. പിടിച്ച് കെട്ടിയിടല്ലേ പരിപാടി ഒന്നും ഇല്ല. പിടിച്ച് കെട്ടിയില്ലേ നമ്മള് കാലത്ത് എന്നെ സംബന്ധിച്ച് തീറ്റനകളും പ്രധാനമാണ് വൃത്തി എന്ന് പറയുന്ന സംഭവം. നമ്മളെല്ലാ ദിവസവും അവരെ കഴുകും. എത്ര നേരം വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവരെ കഴുകും. ഇവരെ കഴുകി വൃത്തിയാക്കി വിട്ട് സംഗതി ഇവനെ കഴിച്ചിട്ട് കഴുകി കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് നേരെ ചെളിയിൽ പോയിരുന്നുള്ളൂ. പക്ഷെ അത് ഇവരുടെ ഒരു ആരോഗ്യത്തിന്റെയാണ്, അവരുടെ ഒരു ചൂടിനെ പ്രതിരോധിക്കാനും കാര്യമാണ് അത്. നമ്മുടെ കണ്ണൻ ബാക്കിൽ വന്നിട്ടാ എന്താ അവിടെ പരിപാടി എന്ന് അറിയാനല്ലേ. എന്റെ എടുക്കില്ലെന്ന് പറയണ അപ്പൊ ആവും. പക്ഷെ വൃത്തിയാക്കി വിടുക. കാലത്ത് അവറ്റോളൊന്ന് തേച്ച് കഴുകി നമ്മുടെ കൈയൊക്കെ അവറ്റോളം മേരുന്ന് ഓടി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഉഷാറുണ്ടാവും. പച്ചപ്പുല്ല് കൊടുക്കുക നല്ലോണം. പരമാവധി തീറ്റ പൈസ ചെലവില്ലാണ്ട് ചെയ്യാൻ കൊടുക്കുക. പിന്നെ വീട്ടിലത്തെ കഞ്ഞിയുള്ള ഹോട്ടലിലത്തെ വേസ്റ്റാ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പൊ ഒരു പോത്തിനെയൊക്കെ നോക്കാൻ ഒരു പട്ടീനെ നോക്കുന്ന ചെലവ് പോലും ഇല്ല. ഇപ്പൊ ഏതൊരു വീട്ടിലായാലും ആർക്കും ചെയ്യാവുന്ന കാര്യം ഒരു പോത്തുകുട്ടി അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു 5 സെന്റുള്ള ആൾക്ക് സുഖമായിട്ട് 2 ആട്ടുകൂടുകൾ വളർത്താം. ചെയ്യാൻ താല്പര്യപ്പെടില്ല, അതാണ് മെയിൻ കാര്യം. ഇപ്പൊ എന്തോരം പിള്ളേര് വെറുതെ കിടന്ന് നടക്കുന്നു അല്ലേ.
വെക്കാൻ സമയത്തൊക്കെ 2 പോത്തുകുട്ടികൾ അല്ലെങ്കിൽ ഒരു ആട്ടുംകുട്ടീനെ മേടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവന്മാർക്ക് ഉള്ള നേരം പോക്ക് ഒരു സ്കൂൾ ഇറക്കുമ്പോഴേക്ക് ഒരു വരുമാനമായി. അതൊക്കെ ചെയ്യാം. എല്ലാരും എന്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യണമെന്നാണ്. നമ്മള് എന്നെ കൊണ്ട് പറ്റാവുന്ന പരമാവധി സപ്പോർട്ട് എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യണം. കാരണം എല്ലാം നിർത്തിയോണ്ടിരിക്കാണ്. ഈ കൊറോണ സമയത്ത് ഇഷ്ടം പോലെ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇതില് തുടങ്ങി എല്ലാവരും അവസാനിപ്പിച്ചു. നല്ലൊരു ഇതായിട്ട് എല്ലാവരും ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അങ്ങനെ ഇതിലിപ്പോ ഒരു 2 പൈസ ആവണല്ലോ. അങ്ങനെ അത്യാവശ്യം തീറ്റും കാര്യങ്ങളൊക്കെ ആയാലും നമ്മള് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും കരുന്ന് കൊടുക്കില്ലേ. മാസം എല്ലാ മാസം വരെ മരുന്ന് മേടിച്ചു കൊടുക്കും. അതെല്ലാവർക്കും ഒറ്റ ദിവസം കൊടുക്കും. പിന്നെ 2 നേരം കഞ്ഞിവെള്ളം ഉണ്ടാവും. പിന്നെ കുറച്ച് തവിട കല്ലെത്താനിട്ട് പിന്നെ വയറൊക്കെ തീറ്റക്കൂല്ലേ അവരുടെ ഇഷ്ടത്തിന്. കാലത്ത് കഴുകി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉച്ച നമ്മള് ചിലപ്പോ അവിടെ പിടിച്ച് കെട്ടുക. ഇവരൊക്കെ വെള്ളത്തിൽ എടുക്കാൻ സൗകര്യത്തിന്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വയറ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓട്ടം തുടങ്ങി. അപ്പൊ അത് കെട്ടിട്ട് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോ അച്ഛനാണ് സഹായിക്കുക ഉണ്ടാവുക. ഞാൻ ജോലിക്ക് പോകും. ഉച്ചയാകുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുമ്പോൾ രാത്രി 12 മണി. പക്ഷെ പിറ്റേ ദിവസം നമ്മള് കറക്റ്റ് ടൈമിൽ ഇവിടുത്തെ ഡ്യൂട്ടിക്ക് പോകും. കാരണം ഇത് വിട്ടിട്ടുള്ള പരിപാടി ഇല്ല. അപ്പൊ അച്ഛനാണ് വൈകിട്ടത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുക. കൊണ്ട് കെട്ടലും വെള്ളം കൊടുക്കലൊക്കെ ആളെ സഹായിക്കും. അച്ഛൻ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. എന്റെ അച്ഛന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണേ. വേറൊരാളെ സംബന്ധിച്ച് ഇപ്പോ കാലത്ത് ജോലിക്ക് പോണവരാണെങ്കിൽ 6 മണി 7 മണിയാകുമ്പോൾ എന്തായാലും വീട്ടിലെത്തല്ലോ. കാലത്ത് കൊണ്ട് വീട്ടിലുള്ള പാടത്ത് കിട്ടി വൈകുന്നേരം വീട്ടിൽ കൊണ്ടായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ളൂ. വീട്ടിൽ അവനെ കഞ്ഞെല്ലാം കൊടുത്തുള്ള തീറ്റയും കൊടുത്ത് വിട്ടാൽ മതി. പിന്നെ പോത്ത് ബിസിനസ് എന്ന് പറയുമ്പോൾ കുറെ കണ്ടമാനം ഞാൻ മറ്റേ വലിയ പോത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കുറെ തിന്നാൻ വരി കൊടുത്തിട്ടൊന്നും ലാഭം എന്ന് പറഞ്ഞ സംഭവം കുറവായിരിക്കും. എത്ര തീറ്റ വെച്ച് പച്ചക്കറി വേസ്റ്റാണെങ്കിൽ അത് ഒരു കഞ്ഞെള്ളം വീട്ടിൽ കഞ്ഞെള്ളം തീറ്റ കാര്യങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇരുന്നുള്ളൂ. ഈ പോത്തുംകുട്ടിക്കൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ഒരു തീറ്റ കൊടുത്തിട്ടില്ല. ആ പോത്തുംകുട്ടി 12,000 13,000 പഠിച്ച പോത്തുംകുട്ടികളെ യഥേഷ്ടം പുല്ലുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ കിടക്കാനുള്ള ചെളിയായാലും വെള്ളമായാലും ഉണ്ട്. അവര് വയറച്ച് തിന്നും, എവിടെയെങ്കിലും പോയി കിടക്കും. പിന്നെ കൊടുക്കണ കഞ്ഞെള്ളം അത്രമാത്രമല്ല. പിന്നെ വേറെ നൽകുക മാസം കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ ദിവസം ലീവ് മുടക്ക് കിട്ടുകയാണെങ്കിൽ ഇവരുടെ ചെവി കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ക്ലീനാക്കി കഴിക്കുക. വേപ്പെണ്ണ പറ്റി കൊടുക്കുക. അതന്നെ ഇപ്പൊക്കെയാണ് നമ്മുടെ പോത്തുംകുട്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ. പക്ഷേ ബ്രോ നമ്മുടെ ഇപ്പോൾ വീഡിയോന് സഹായിച്ചതിന് നന്ദിയുണ്ട്. താങ്ക്സ് ഉണ്ടാ. നമുക്ക് ഇങ്ങനെ ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ്. നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, നാട്ടിലത്തെ കാര്യങ്ങൾ. ഈ ജനറേഷനിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ബ്രോ നിൽക്കണത് തന്നെ. അങ്ങനെ പറയുമ്പോ നമുക്ക് അതിൽ ഇഷ്ടം പോലെ ആൾക്കാര് അവൻ ഇങ്ങനെ നടക്കുന്ന ചെക്കന അവൻ ഇങ്ങനെ ചെയ്യല് തരംതാത്തലുണ്ട്. നമുക്കത് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ പണിയില് നമുക്കൊരു ഹാപ്പിനെസ്, സന്തോഷം, നമ്മുടെ സന്തോഷത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും അവറ്റകൾക്ക് ഒരു നേരം തിന്നാൻ കൊടുത്തോണ്ട് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കർഷകർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.